വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബോ ആണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പീസ് തുണി എടുക്കുക. നമുക്ക് ഏത് ക്ലോത്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഏതായാലും മതി. അപ്പോൾ അതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പെൻസിൽ വെച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ തുണി. അപ്പം അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടെ കുറച്ച് ഓപ്പണിംഗ് ഇടേണ്ട ഭാഗമാണ്. എന്നിട്ട് നമുക്ക് ഈ സൈഡ് വരച്ച് വഴി ആ ഓപ്പണിങ്ങിൻ്റെ എൻഡ് വരെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അത് രണ്ട് സൈഡും ഒരേപോലെ തയ്ക്കണം. ഇപ്പം ഞാൻ കണ്ടോ, രണ്ട് സൈഡും ഒരേപോലെ തയ്ച്ചിട്ടുണ്ട്. ആ ഓപ്പൺ മാത്രം ഇട്ടിട്ട് അതിനപ്പുറത്തുനിന്ന് സെയിം രീതിയിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കിത് അകത്തൂടെ ഈ ഓപ്പൺ ഇട്ടേന്ന് വെച്ചാൽ നമുക്ക് ഈ തുണി തിരിച്ചിടാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്പൺ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലേക്കൂടെ തന്നെ നമ്മൾ ഇതുപോലെ എടുത്ത് തിരിച്ചിടുക. എന്നിട്ടൊരു പെൻസിലോ പേനയോ വെച്ച് അതിൻ്റെ നല്ല ഷാർപ്പായിട്ട് നമുക്ക് ആ എഡ്ജൊക്കെ നല്ല കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഒന്ന് കുത്തി കുത്തി കൊടുത്ത് റെഡിയാക്കാം. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ നൂത്തിട്ടിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം ഗ്ലൂ തേച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ക്രോസിന് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക കേട്ടോ, ക്രോസിന്. എന്നിട്ടിത് നമുക്ക് തിരിച്ചിടാം. അതിനൊരു അനക്കവും സംഭവിക്കാതെ തന്നെ തിരിച്ചിടുക. എന്നിട്ട് നമുക്ക് സൂചി നൂലും എടുത്ത് നമുക്കിതിൻ്റെ നടുക്കൂടെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സൂചി ഫുള്ളായിട്ട് നമ്മൾ അതിലൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ വലിച്ചിറുക്കിയിട്ട് അതിനെ റൗണ്ട് ചെയ്തങ്ങ് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലാക്ക് തുണി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നല്ല പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വലിയ ഇതായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, സിമ്പിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് നടുക്ക് വരുന്ന രീതിയിൽ ആ തുണിയൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് നമുക്ക് ഈ ബോയുടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ച് ചുറ്റി കൊടുക്കാം. അപ്പോൾ അധികം വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബോ മേക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്, പൊളിയല്ലേ? അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ക്ലിപ്പിനകത്ത്, പഴയ ഒരു ക്ലിപ്പിനകത്ത് ഒട്ടിച്ച് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അല്ലാതെ നമ്മുടെ ഈ കുഞ്ഞു മക്കളുടെ ഫ്രോക്കിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ഒട്ടിച്ച് വെക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഹെയർ ബാൻഡിനകത്തും ഇത് ഒട്ടിച്ച് വെക്കാം. നല്ല രസമായിരിക്കും. മുടി കെട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.